18 വയസ്സുള്ള ഒരു കുട്ടിയും 21 വയസ്സുള്ള ഒരു ആൺകുട്ടിയും തമ്മിൽ, ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിൽ ഇഷ്ടത്തിലാവുന്ന ഒരു സാഹചര്യത്തിൽ അവരൊരു 2 വർഷം 3 വർഷമോടെ കഴിയുമ്പോൾ അവർ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് അവർ ഭാവിയെപ്പറ്റി ഏതെല്ലാം തരത്തിലുള്ള സ്വപ്നങ്ങളാണ് അവർ കണ്ടിട്ടുണ്ടാവുക. അവർക്ക് വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള തോട്ട്സാണ് അവിടെ വരുന്നുള്ളൂ. അവർക്ക് അവരെപ്പറ്റി മാത്രമാണ് അവരുടെ ചിന്ത, അല്ലെങ്കിൽ അവരുടെ ആ തലമുറയുടെ ബിഗിനിങ് അപ്പുറേക്ക് ഒരു കാര്യം ആ സമയത്ത് വരുന്നില്ല. അപ്പോൾ ചിന്തകളൊന്നുമില്ലാതെ, അല്ലെങ്കിൽ സംസാരിക്കുന്നത് മുഴുവൻ നമുക്ക് എൻജോയ് ചെയ്ത് പോകണം എന്നുള്ള ഒരു കാലഘട്ടത്തിൽ വന്നിട്ട് അവർക്ക് കുട്ടി ഉണ്ടാവുന്നു. കുട്ടി ഉണ്ടായി വരുമ്പോൾ അവരുടെ മൊത്തം മാനസികാവസ്ഥയിൽ, അതുവരെ ഉണ്ടായിരുന്ന എൻജോയിങ് മാനസികാവസ്ഥയിൽ നിന്ന് വേറെ ഒരു ഹൈ റെസ്പോൺസിബിലിറ്റി മാനസികാവസ്ഥയിലേക്ക് ഇവരങ്ങൾ മാറുകയാണ്. അതായത് 18-21 വയസ്സുള്ള കാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രേമത്തിൽ നിന്ന് 24-26 വയസ്സൊക്കെ ആകുമ്പോഴേക്കും വിവാഹം കഴിച്ച് കഴിഞ്ഞ് 27 വയസ്സാകുമ്പോഴത്തേക്ക് കുട്ടി ഉണ്ടാവുന്നു. ആ 27 വയസ്സ് വരെ ഇവർ എൻജോയ് ചെയ്ത് നടന്ന മാനസികാവസ്ഥയിൽ നിന്ന് പെട്ടെന്നൊരു കുട്ടി ഉണ്ടാകുമ്പോൾ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളായി ഇവർ രണ്ടുപേരും അങ്ങോട്ട് സ്വയം മാറുകയാണ്. അതുവരെയുള്ള എൻജോയ്മെൻറ്റിൽ നിന്നുള്ളൊക്കെ ഒരു ചേഞ്ച് വന്നിട്ട്, കാരണം പിന്നെ മുഴുവൻ ചിന്തകളും ആ കുട്ടിയിലാണ് പിന്നെ പ്രതീക്ഷകൾ മുഴുവൻ. ആ കുട്ടിയെ ഇങ്ങനെയാക്കണം, ആ കുട്ടിയെ IAS ആക്കണം, കളക്ടറാക്കണം, അല്ലെങ്കിൽ വിദേശത്ത് കൊണ്ടുപോയി ഇങ്ങനെ പഠിപ്പിക്കണം എന്ന് ഈ ചെറുപ്രായത്തിൽ അവർ ചിന്തിച്ചു തുടങ്ങുകയാണ്. ഈ ചിന്ത 2 പേർക്കും 2 തരത്തിലാവാൻ വരുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് വരുന്ന രീതിയൊന്നാവാം, ഭർത്താവിന് വരുന്ന രീതിയൊന്നാവാം. ഈ കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടി, കുട്ടിയെ ട്യൂഷൻ എടുക്കാൻ വേണ്ടി, കുട്ടിയെ പുതിയ കലകൾ പഠിപ്പിക്കാൻ വേണ്ടി, അതായത് എന്തൊക്കെ ഈ നാട്ടിലുണ്ടോ അതെല്ലാം ആ കുട്ടിക്ക് ലഭിക്കാൻ വേണ്ടി ഇവർ മത്സരിച്ച് പോകുന്നു. ഈ പോകുന്ന സമയത്ത് ഇവരുടെ ശ്രദ്ധ ഇങ്ങോട്ടാണ്. ആ സമയത്ത് ഇവർക്ക് അതുവരെ ഉണ്ടായിരുന്ന ഒരു എൻജോയ്മെൻറ്റ് പാർട്ട് നഷ്ടപ്പെടുകയാണ്. പിന്നെ സംസാരിക്കുന്ന വളരെ ഗൗരവത്തോടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ഹാപ്പിനെസ് നഷ്ടപ്പെട്ടു. അവിടെ അവർ പ്രേമം എന്നുള്ള വികാരം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആധികാരികത എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാറ്റം വരും. ഈ ആധികാരികതയുടെ അവസ്ഥയിൽ സ്വാഭാവികമായിട്ടും സംസാരിക്കുന്നത് ഡിമാൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളത് ചെയ്യണം, നിങ്ങളിത് ചെയ്യണമെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറയുമ്പോൾ ഉണ്ടാവുന്ന വാല്യൂവിലുണ്ടാവുന്ന, അല്ലെങ്കിൽ വ്യക്തിത്വത്തിൽ തോന്നുന്ന ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അതുണ്ടാവുന്ന ആ ഒരു കോംപ്ലക്സൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഇഷ്യൂ ഭയങ്കര. അവിടെയാണ് ശരിക്കും കുടുംബ ബന്ധത്തിൽ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളുടെ ഒരു ആരംഭം ഉണ്ടായി വരിക.